എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓരോ വ്യത്യസ്ത കാര്യമായ പാക്കുകളോ ഫേഷ്യലോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നല്ല ഫേഷ്യലായിരുന്നു. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ചെയ്ത് അതിൻ്റെ റിസൾട്ട് എന്നെ വിളിച്ചു പറഞ്ഞവരുണ്ട്, കമൻറ്റ് ബോക്സിൽ ഇട്ടവരുണ്ട്. 100% റിസൾട്ട് കിട്ടിയെന്ന്, ആ തൈരിൻ്റെയൊക്കെ ഒരുപാട് ആളുകൾക്ക് യൂസായെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു പാക്കാണത്, സിമ്പിൾ പാക്ക്. പെട്ടെന്ന് നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടുന്നതാണ്. ഫേസ് നല്ല പിങ്കിഷ് കളറാവും, കവിള് തുടുക്കും. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് കവിള് തുടുക്കുന്ന നല്ല പിങ്കിഷ് കളറാകാനൊക്കെ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അവർക്കെല്ലാം വളരെ നല്ലതാണ്. എല്ലാ പ്രായക്കാർക്കും ചെയ്യാം. കുട്ടികൾക്ക് വരെ ചെയ്തു കൊടുക്കാവുന്ന കാര്യമാണ്. നല്ല കവിള് തുടുത്ത് വരാനും കൊച്ചു ടീനേജ് പ്രായത്തിലൊക്കെ ചെയ്യാവുന്ന ഒരു പാക്കാണ്. നല്ല തുടുപ്പ് തോന്നും, നമുക്ക് രക്തപ്രസാദം തോന്നും, ഫേസൊക്കെ നല്ല തുടുത്ത് നല്ല ചുമന്ന കളർ പോലെ ഒക്കെ ആവുന്നതാണ്. അപ്പോൾ അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബീട്രൂട്ടാണ്. നമ്മുടെ താരം ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയേണ്ട, വൈറ്റമിൻ സി ആണ്. ഇത് നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ്, അകത്തേക്ക് കഴിക്കാനും നല്ലതാണ്, ഫേസിനും ഒക്കെ നല്ലതാണ്. ഫുൾ ബോഡി കളർ വയ്ക്കാൻ ഈ ബീട്രൂട്ട് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് നല്ല കൊളാജിൻ വർദ്ധിപ്പിക്കും, സ്കിന്നിന് ഗ്ലോ കിട്ടും, നിറം വർദ്ധിക്കും, ഇതുപോലെ പിങ്കിഷ് കളറാകും. ഒത്തിരി ഗുണമുള്ളതാണ്. നമുക്ക് അകത്തേക്ക് കഴിക്കാനും കുട്ടികൾക്കെല്ലാം കൊടുക്കാനും ഒക്കെ അത്യാവശ്യത്തിന്, ഒരുപാടല്ല, ആവശ്യത്തിന് ചെറിയൊരു പീസ് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന, പെട്ടെന്ന് നാളെ നമുക്കൊരു കല്യാണത്തിന് പോകണം, അപ്പോൾ ഇന്നൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല ഗ്ലോ ആയിരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും, കവിളൊക്കെ നല്ല തുടുത്തിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മൾ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്യാം. പക്ഷേ ഇതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് പിഴിയണം. അത് ചിലപ്പോൾ ഒരുപാട് അരഞ്ഞു പോയാൽ ജ്യൂസ് കിട്ടാൻ പാടായിരിക്കും. ഇതാണെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ അങ്ങ് പിഴിഞ്ഞെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അരിപ്പയിൽ വെച്ച്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അതിൻ്റെ ചെറിയ ഇതിനകത്ത് വെച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് ചെയ്യാം. നന്നായിട്ട് നിങ്ങൾ എത്രയാണോ ജ്യൂസ് വേണ്ടത് അത്രയും പീസ് ഇത് ചെയ്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് ഈ അരിപ്പയിലോട്ട് വെച്ചിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്താൽ നീരങ്ങ് വരും. അല്ലെങ്കിൽ പിന്നെ ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. നമുക്ക് അരിപ്പയിലോട്ട് വെച്ച്, ഇതിപ്പോൾ നമ്മൾ മിക്സിയിലാക്കുവാണെങ്കിൽ ചിലപ്പോൾ അരഞ്ഞു പോവും. അതുകൊണ്ടാണത്. ഇത് കൈവച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ജ്യൂസ് വരുന്നുണ്ടോ? നല്ലതായിട്ട് ജ്യൂസ് വരും. മിക്സിയിൽ അരയ്ക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നത്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ അങ്ങ് അരഞ്ഞത് നമുക്ക് പിഴിയാൻ പറ്റത്തില്ല. ഇത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം കിട്ടും. ഇത് നമ്മൾ ജ്യൂസ് പിഴിഞ്ഞെടുത്ത ജ്യൂസ് കണ്ടോ, നല്ല ജ്യൂസാണ്. സമയം നമ്മൾ അരച്ചെടുത്ത് പിഴിയുവാണെങ്കിൽ പിഴിയാൻ പറ്റത്തില്ല, ഇങ്ങനെ വിഷവിഷാന്നിരിക്കും. ഇത് നല്ലതായിട്ട് നമുക്ക് ജ്യൂസ് വരും. അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ കഷ്ണമായിട്ട് മുറിച്ച് 2-3 കഷ്ണമായിട്ട് മുറിച്ചിട്ട് വെറുതെ ഒന്ന് ചതച്ചാക്കിയിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നല്ല ജ്യൂസ് കിട്ടി. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വെറും സിമ്പിളായ കാര്യങ്ങളാണ്. നമ്മുടെ അരിപ്പൊടി, നമ്മളെല്ലാത്തിലും ഉപയോഗിക്കുന്ന അരിപ്പൊടി. ഇതിപ്പം അരിപ്പൊടി അരിയുടെ മാവ് തന്നെ നിർബന്ധമില്ല, കടലമാവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അതുപോലെ മുൾട്ടാണി മിൽറ്റി വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ അരിപ്പൊടി ആകുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും കിച്ചണിൽ കാണുന്നതുകൊണ്ടാണ് ഞാനിത് അരിപ്പൊടി തന്നെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ്, കുറച്ച് ജ്യൂസ് ചേർക്കുക. അപ്പോൾ ഒരാൾക്ക് ഇത് എനിക്ക് വേണ്ടി മാത്രം മതിയുകൊണ്ട് ഞാൻ കുറച്ചേ ചെയ്യുന്നുള്ളൂ. ഇനി തൈരാണ്. കുറച്ച് തൈര് ചേർക്കുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് മിക്സ് ചെയ്യുക. നല്ല കളർ തന്നെ കണ്ടില്ലേ? അരിപ്പൊടി, തൈര്, നമ്മുടെ ബീട്രൂട്ട്. നല്ല ബീട്രൂട്ട് കിച്ചടി പോലെ ഇരിക്കുന്നല്ലേ? കുറച്ചും കൂടെ അരിപ്പൊടി ചേർക്കാം, ഇച്ചിരി കൂടെ ലൂസായിപ്പോയി. തൈര് ഇച്ചിരി ലൂസായിരുന്നതാ, കണ്ടോ?
നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ആയി. ഇനി അതങ്ങ് ഫേസിലിടാൻ പോവുകയാണ്. വളരെ നല്ല. പിന്നെ എൻ്റെ കയ്യിലൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ്. ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ എല്ലാത്തിനകത്തും ചേർക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണിത്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒന്നോ രണ്ടോ ഒക്കെ ചേർക്കാം. ഒരു 2-3 ഒന്നും ചേർക്കരുത്, മുഖം ഒരുപാട് നമുക്കത് ഇളക്കി എടുക്കത്തിൽ പാടാം. ഒരെണ്ണം ചേർക്കും. ഒരു നിർബന്ധവും ഇല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ടാണ്. നിങ്ങൾ ഈ തൈരും ഏത് മാവായാലും, അരിപ്പൊടിയാണോ കടലമാവാണോ, പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് റെഡിയായി. ഇനി നമുക്കിത് ഇടാം. തുണിയൊന്നും എടുത്തില്ല ഞാൻ. അപ്പം ടവലൊക്കെ ഫിറ്റ് ചെയ്ത് ഇനി ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. നല്ല ഫേസ് നിങ്ങൾ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാം. എനിക്ക് കാണാൻ പറ്റുന്നില്ല. നന്നായിട്ട് നല്ല സുഖം, നല്ലൊരു ബീട്രൂട്ടിൻ്റെ മണവും, ബീട്രൂട്ട് പച്ചടിയെ പോലൊക്കെ ഇരിക്കുന്നു. നല്ല കളർ ഉണ്ടല്ലേ, നിങ്ങൾക്ക് കാണാമല്ലോ, പിങ്ക് കളറായി. നന്നായിട്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഞാൻ ചെയ്യുന്നത് ഒന്നിനും ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതൊന്നുമല്ല. നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന, സർവ്വസാധാരണമായി കിട്ടുന്ന, വളരെ ചിലവ് കുറഞ്ഞ പാക്കും ഫേഷ്യലും ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് കഴുത്തിലും കൂടെ ഇടണം, കണ്ണിൻ്റെ അടിയിലും ഒക്കെ ഇടാം. നമുക്ക് അടയാളങ്ങളൊക്കെ മാറാനും നല്ല നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ വളരെ നല്ല, ചുളിവുകളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു, കാണാതെ ഞാൻ ഇടുകയാണ്. അത് നന്നായിട്ട് കിട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ്, ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിൽ ഇട്ടേക്കണം. എന്നിട്ട് നല്ല ചെറിയൊരു ഡ്രൈ ആവുന്ന സമയത്ത് മസാജ് ചെയ്ത് കളയാം. കണ്ടോ, നല്ല പിങ്കിഷ് ആയില്ലേ. ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് കൊണ്ടുവന്ന് കാണിക്കേ. അങ്ങനെ എൻ്റെ പാക്കൊക്കെ ഉണങ്ങി ഞാൻ കയ്യിലും കൂടെ ഇട്ട്, ബാക്കി കുറച്ച് വന്ന് എൻ്റെ കൈ കംപ്ലീറ്റ് ഇട്ട്, കൈക്കൊക്കെ കളർ വയ്ക്കാൻ നല്ലതാണ്. കഴുത്ത് ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതെല്ലാം ഇട്ട്, ബാക്കി വന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൈ കംപ്ലീറ്റ് ഇട്ട്. കണ്ടോ, നല്ല പിങ്കിഷ് കൈയായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പിങ്ക് കൈ വേണമെങ്കിൽ നല്ല കളർ വയ്ക്കും. അതാ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. അത് നിങ്ങൾ ഇട്ടത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അതെടുത്ത് കയ്യിലങ്ങ് ഇടുക. എന്നിട്ട് അത് ഡ്രൈ ആകുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുഖം ഒന്ന് ചെറിയതായിട്ട് മസാജ് ചെയ്ത്, എങ്ങനെയുണ്ട്, നല്ല പിങ്കിഷ് മുഖമായില്ലേ. ഇനി ഞാനൊന്ന് മസാജ് ചെയ്താക്കി കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. കൈ ഇച്ചിരി എന്ത് കാര്യം നമ്മൾ മസാജ് ചെയ്തെടുക്കുന്നതല്ല. എൻ്റെ മുഖം എൻ്റെ കണ്ണാടി നോക്കിയിട്ട് വന്ന് നല്ല പിങ്ക് കളർ. ഒരു ചെറിയ മസാജ്, നമ്മൾ ലൈറ്റ് മസാജ് കൊടുക്കുമായിരുന്നു എപ്പോഴായാലും. ഒരുപാട് മസാജ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന്, ചെറുതായിട്ട് ഡ്രൈ ആകുമ്പോൾ നമ്മളങ്ങ് എടുക്കണം. ഒരുപാട് ഡ്രൈ ആവണ്ട, എന്നാലും കുറച്ച് ഡ്രൈ ആവണം. എൻ്റെ ഒരുപാടൊന്നും ആയില്ല. അതിൻ്റെ കറക്റ്റ് സമയം വരെ വെച്ചാൽ നല്ല. നിങ്ങളിതിൻ്റെ റിസൾട്ട് കണ്ട് ഞെട്ടുമെന്ന് പറഞ്ഞാൽ തമാശയല്ല. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുക. ഞാൻ കഴുത്തല്ലാതെ കഴിക്കണം, മുഖം മാത്രം നിങ്ങളെ കാണിക്കും. നല്ല നല്ല വ്യത്യാസം വരും. നിങ്ങൾക്ക് എന്നെ എങ്ങനെയാണോ തോന്നുന്നത് നിങ്ങൾ തന്നെ നോക്കുക. വ്യത്യാസം കാണുന്നുണ്ടോ? നല്ല മജന്ത മുഖമായിരുന്നു, നല്ലൊരു പിങ്കിഷ് റെഡിഷ് കളർ, ഒരു നല്ലൊരു ഗ്ലോയും. ഇനി ഞാൻ കഴുകിയിട്ട് വരാമേ. കഴുകിയിട്ട് എൻ്റെ കൈയെല്ലാം ഒന്ന് കഴുകിയിട്ട് വരാം. കഴുകി നല്ലോണം ഒന്നും കഴുകിയില്ല, എന്നാലും വ്യത്യാസം നിങ്ങൾക്ക് വല്ല ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
നല്ല കളറുണ്ട്. കയ്യും എല്ലാം കഴുകി. നിങ്ങൾക്ക് അതുകൊണ്ട് കയ്യില് കഴുത്തില് ഒക്കെ നമുക്കൊരു കറുപ്പ് കളറായിട്ട് ഒരു ടാൻ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് നല്ലതാണ്. കഴുത്തിന്റെ ഇവിടെയൊക്കെ ഉള്ള ബാക്കിലൊക്കെ ചിലപ്പോൾ കറുപ്പാവും. ആ ഭാഗത്തും ഒക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ കയ്യിലും കഴുത്തിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല ചേഞ്ച് വരും. എല്ലാവരും ചെയ്യുക. എല്ലാവരും ചെയ്ത് നല്ല പിങ്കിഷ് ആൾക്കാരാവുക. ഒരു പൊട്ടിടട്ടെ. പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ആക്കി നല്ല സുന്ദരി ആവുക. സുന്ദരന്മാരും ഒക്കെ ആവുക. നിങ്ങൾക്ക് ഒരു പൈസ ചിലവില്ല. ഒരു ബീട്രൂട്ട് മതി. പിന്നെ അരിപ്പൊടിയും തൈരും ഒക്കെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണും. ബീട്രൂട്ടും കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. ആഴ്ചയിൽ 3 or 4 ഒക്കെ ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം. നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുന്നില്ല. കുറേ ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുന്നുള്ളൂ. കാണുന്നവരാദ്യം ലൈക്ക് ചെയ്യുക. അപ്പോഴല്ലേ എനിക്കൊരു പ്രചോദനം ഉണ്ടാവത്തുള്ളൂ അടുത്ത വീഡിയോ ഇടാനായിട്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ബൈ.